നമസ്കാരം. കേരളം നടുങ്ങിയ നന്ദൻകോട് കൂട്ടക്കൊലപാതകം മലയാളികൾ ഇന്നും മറക്കില്ല. ഈ കൂട്ടക്കുരുതി ചെയ്ത കേഡൽ ജിൽസൺ രാജയെയും നമ്മൾ മറക്കില്ല. ഇപ്പോഴിതാ കേഡൽ ജിൽസൺ രാജയ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് 6ാം കോടതി. 15 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. എല്ലാ കേസുകളിലുമായി 26 വർഷം മൊത്തത്തിൽ തടവ് അനുഭവിക്കണം. ഇതിൽ 8 വർഷം കുറഞ്ഞത് 18 വർഷം ശിക്ഷ ഇനി അനുഭവിക്കണം. പിഴത്തുക അമ്മയുടെ സഹോദരൻ ജോസിന് നൽകണമെന്നാണ് നിർദ്ദേശം. കൂട്ടക്കൊലയിലെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് പ്രതിയുടെ അമ്മയുടെ സഹോദരനായ ജോസ്. അതേസമയം അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. തൻ്റെ മേൽക്കുള്ള അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത ഇയാൾ കൊലപാതകങ്ങൾ നടത്തിയത്. കൃത്യം നടന്നതിന് മുൻപും ശേഷവും പ്രതിക്ക് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നില്ല. പ്രതിക്ക് മാനസാന്തര സാധ്യത ഇല്ല എന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. എന്നാൽ അപൂർവങ്ങളിൽ അപൂർവങ്ങളായി കേസായി കോടതി ഇതിനെ പരിഗണിച്ചിട്ടുമില്ല. പ്രതി മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്നും പ്രതിയുടെ പ്രായം കൂടി പരിഗണിക്കണം എന്നുമാണ് പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചത്. നാടിനെ നടുക്കിയ കൂട്ടക്കൊലയിൽ വിധി പ്രസ്താവിക്കുന്നത് 7 വർഷം നീണ്ട വിചാരണയ്ക്ക് ഒടുവിലാണ്. കേഡൽ ജിൽസൺ രാജ 4 പേരെ കൊലപ്പെടുത്തിയത് എന്തിനെന്ന് ഇപ്പോഴും സംശയങ്ങൾ പലതാണ്. ദുർമന്ത്രവാദ കഥകൾ കള്ളമെന്നും മാതാപിതാക്കളോടുള്ള പകയാണ് കാരണമെന്നും പോലീസ് ഉറപ്പിക്കുന്നു. 2017 ഏപ്രിൽ 9 പുറം ലോകമറിഞ്ഞ കേസിൽ 8 വർഷത്തിന് ശേഷമാണ് കോടതി ഇപ്പോൾ വിധി പറഞ്ഞത്. പ്രതി കേഡൽ ജിൽസൺ രാജ കുറ്റക്കാരനാണെന്ന് കോടതി ഇന്നലെ വിധിച്ചിരുന്നു. ഇതിനുശേഷം വാദം കേട്ട് വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റി. കേസിലെ പ്രതിയായ കേഡൽ ജിൽസൺ അച്ഛൻ രാജ തങ്കത്തെയും അമ്മ ഡോക്ടർ ജീൻ പത്മയെയും സഹോദരി കരോലിനെയും ബന്ധു ലളിതയെയും അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. പോലീസ് കസ്റ്റഡിയിലിരിക്കെ മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് 7 വർഷത്തോളം വിചാരണ നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു.